ഗൈസ്, ഇറ്റ്സ് ഫെബ്രുവരി 14th, വാലന്റൈൻസ് ഡേ. ഒരിക്കലെങ്കിലും ലൈഫിൽ പ്രണയം തോന്നാത്തവരായി ആരും ഉണ്ടാവില്ല. മനുഷ്യന് ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ വികാരമാണ് പ്രണയം. ലവ് മേക്സ് എ മാൻ ക്രേസി. അങ്ങനെ പ്രണയിക്കുന്നവർക്ക് ഇന്നത്തെ ഡേ ഈ ഒരു ചോക്ലേറ്റ് പോലെയാണ്. ബിക്കോസ് ഇറ്റ്സ് സോ സ്വീറ്റ്. മറ്റു ചിലർക്ക് ഇന്നത്തെ ഡേ ഈ ഒരു പൂ പോലെയാണ്. ബിക്കോസ് ഇറ്റ്സ് സോ സോഫ്റ്റ്. ഇനി വേറെ ചിലർക്ക് ഇന്നത്തെ ഡേ ഈ ഒരു മഞ്ഞ് പോലെയാണ്. ബിക്കോസ് ഇറ്റ്സ് സോ ക്രിഞ്ച്. യെസ്, ക്രിഞ്ച്. പിന്നല്ലാണ്ട് കപ്പിൾസിന്റെ അഭിപ്രായം പരസ്യമായിട്ട് കാണേണ്ടി വരുന്ന ഡേ ആണ് ഈ ഫെബ്രുവരി 14th. എന്നെ പോലെയുള്ള സിംഗിൾസിന് ഇതൊന്നും ദഹിക്കത്തില്ല. ഞങ്ങൾക്ക് ഇത് ജസ്റ്റ് ഫെബ്രുവരി 14th ആണ്. ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ ഡേ. എനിവേ, ഈ ഒരു വീഡിയോയിൽ ഞാൻ ആധുനിക കാലഘട്ടത്തിലെ ചില പരിഷ്കൃതമായ ബന്ധുത്വ സവിശേഷതകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. മനസ്സിലായി ആർക്കറിയാം എന്ന് വെച്ചാൽ some modern relationship methods of this fucking generation. So guys, it's me, AK Talk. Let's start. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈ റിലേഷൻഷിപ്സിനെ പല പേരിട്ട് വിളിക്കാൻ പറ്റും. റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, ബെസ്റ്റിഷിപ്പ്. ഇതൊക്കെ അവരവരുടെ നേട്ടത്തിന് വേണ്ടി അവരവര് തന്നെ ഇടുന്ന നെയിംസ് ആണ്. അതായത് ഇപ്പൊ ഇഷ്ടമാണ്, ലവർ ആവണം, എന്നാ കല്യാണം കഴിക്കാനും കെട്ടാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷന് ഇവരിടുന്ന പേരാണ് സിറ്റുവേഷൻഷിപ്പ്. അതിന് ഇവര് പറയണ മറുപടി, ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ചായക്കട തുടങ്ങുമോ വാസുവണ്ണ? സിമ്പിൾ. അതിനിടയിൽ കംപ്ലീറ്റ് പോകുകയാണ്. ഐ മീൻ, ചായ കുടിച്ച് കഴിഞ്ഞല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് ഇവര് കല്യാണം കഴിക്കുന്ന ഏതെങ്കിലും പാവം നല്ലൊരു ബോയിനും കേളിലൊക്കെ ആയിരിക്കും. പിന്നെ ഈ ഒരു ടൈമിൽ വേറൊരു വെറുപ്പിക്കൽ എന്ന് പറയുന്നത് ചില റീൽസിലെ കോപ്രായങ്ങളാണ്. എനിക്ക് കാണണ്ട പൊന്നു മോനെ, കെട്ടിയേക്കണടാ. നൗ എ ഡേയ്സിലെ സിറ്റുവേഷൻ, എസ്പെഷ്യലി എന്റെ ഏജുകാർക്ക്, ഇറ്റ്സ് വെരി വെരി ഹാർഡ്. ആരെങ്കിലൊക്കെ കിട്ടൂലേ? കിട്ടും ബ്രദറെ, കിട്ടും. എപ്പോഴെന്ന് ചോദിച്ചാ കിട്ടും ബ്രദറെ, വിഷമിക്കാതെ. അതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഒരു വീഡിയോയുടെ വിശ്വസിച്ച് ആരും സ്നേഹിക്കാൻ പറ്റൂല. പിന്നെ നമ്മള് സിംഗിൾസിനാണെങ്കിൽ ഇപ്പൊ പെണ്ണ് കിട്ടാൻ തന്നെ പാടാണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ നോക്കണം കൊച്ചിന് വേറെ ലവർ ഉണ്ടാവും, അല്ലെങ്കിൽ അവൾക്ക് നമ്മൾ ഇഷ്ടാവില്ല. ശരിയല്ലേ? പിന്നെ ഇതൊക്കെ മറികടന്ന് നമ്മൾ കമ്മിറ്റഡ് ആവണമെങ്കിൽ നമുക്ക് നന്നായി സംസാരിച്ച് പെണ്ണുങ്ങളെ വീഴ്ത്താനുള്ള കഴിവ് വേണം. ബേസിക്കലി എന്നെ പോലെയുള്ള 90% സിംഗിൾസും ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അത് നടക്കില്ല. പിന്നെ നമ്മുടെ കയ്യിൽ കുറെ ക്യാഷ് വേണം. 90% സിംഗിൾസും മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് ആ ഹോപ്പും പൊട്ടും. പിന്നെ ഈ ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള പെണ്ണിന്റെ അടുത്ത് നമ്മളെ കുറിച്ച് നന്നായി പൊക്കിയടിച്ച് സംസാരിച്ച് വീഴ്ത്താൻ നമുക്ക് നല്ല ഫ്രണ്ട്സ് വേണം. ദൈവം സഹായിച്ച് ഇത് ഒന്നിച്ചുള്ള പൊട്ടന്മാർ ഒരുത്തൻ എല്ലായിടത്തും പോയി വള്ളി പിടിക്കാൻ നടക്കുന്നത്, ഒരുത്തൻ എപ്പോഴും തൂറാൻ മുട്ടൽ. സോ നമുക്ക് ഇങ്ങനെ കപ്പിൾ റീൽസ് കണ്ടിരിക്കാം. നെക്സ്റ്റ്. താങ്ക്സ്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും കൂടെ ഉള്ളതാണ്. നെക്സ്റ്റ്. എനിവേ ഗൈസ്, ഒരു വഴിയുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗേൾസ് വളയാൻ, നിങ്ങളെല്ലാവരും അറിയപ്പെടാൻ. ദ അൾട്ടിമേറ്റ് ട്രിക്ക്. അതിന് നിങ്ങൾ ആദ്യം ഒരു കണ്ടാമൃഗം ആവണം. യെസ്, തൊലിക്കട്ടി വേണമെന്ന്. അതായത് ഒരു നാടല്ലാണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പൊക്കി അടിക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പൊക്കി പാട്ടും പാടണം. ഇൻസ്റ്റയിലെ പുതിയ ട്രെൻഡ് അത്. ഗേൾസ് ഒക്കെ നിങ്ങളുടെ ഫാനായി മാറും. ഗേൾസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഓടി വരും. റോക്കറ്റ് ഇട്ടോളാം. ഇന്ന് വിഷുയുടെ പാട്ട് റിലീസാണ്. അതിലൊരു കോഡ് ഉണ്ട്. ആ കോഡ് ഇട്ട് ഞാൻ വിഷുക്ക് മെസ്സേജ് അയച്ചാ വിഷുടൊപ്പം എനിക്ക് KFC കഴിക്കാം. വിഷുക്ക് മെസ്സേജ് അയച്ചാ വിഷുടൊപ്പം എനിക്ക് KFC കഴിക്കാം. ഗൈസ്, ഈ വിഷു റാപ്പറാണ്.
എന്നാണ് ഇങ്ങനെ പറയണേ. നോ ഗൈസ്, പുള്ളി റാപ്പൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പുള്ളി കുറെ പാട്ടൊക്കെ പാടി റീൽസിൽ ഇട്ടിട്ടുണ്ട്. അതില് ഒന്നും രണ്ടെണ്ണം കൊള്ളാം. ചിലതൊക്കെ കൊള്ളാം. അതില് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ മാറ്റി നിർത്തിയാൽ ചില പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇയാളുടെ പേജിൽ തന്നെ ഇയാളുടെ പൊക്കിയിട്ട് ഇടണ കുറെ റീലുണ്ട്. അതായത് ഓരോരുത്തരുടെ അടുത്ത് പോയി വിഷു അറിയോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് കുറച്ച് കോപ്രായം കാണിക്കില്ല. വീണാട്ടം അതാണ് സഹിക്കാൻ പറ്റാത്തത്. അതായത് കണ്ടു ഒരു മൂഡ് ഐറ്റം. അത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇയാള് ഗേൾസിനെ അപ്രോച്ച് ചെയ്യണം. തിയേറ്ററിലൊരു വെടിക്കെട്ട് ചിക്ക്. കുറച്ച് സംസ്കാരത്തോടെ സംസാരിക്കടാ. തിയേറ്ററിലൊരു വെടിക്കെട്ട് ചിക്ക്. സംസ്കാരത്തോടെ സംസാരിക്കടാ ചെറ്റ പട്ടി. പോട പട്ടിയെ മൂനി. ആക്ച്വലി ഇൻസ്റ്റാഗ്രാം വീഡിയോക്ക് വേണ്ടിയായിരുന്നു. എന്ത് വീഡിയോ? ഒരു റാപ്പ് സിംഗറിനെ അറിയാമെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെയാണ് ഈ കാണാൻ ഐഫോൺ തരായിരുന്നു. വിശ്വമിസ് അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കണം. ഈ പ്രോഗ്രാം ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വിഷയ ഞാൻ ഫോളോയും ചെയ്യുന്നുണ്ട്, കമന്റും ചെയ്യാറുണ്ട് എല്ലാ പോസ്റ്റിനും. ഐഫോൺ എടുക്കും. ഫാനാണോ? ആ വിഷയുടെ ഭയങ്കര ഫാനാണ്. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ ഏതൊക്കെ പാട്ട് കാണാതെ അറിയാം? ബാഡ് ഡേ അറിയാം. അത് ആട് കരുതല്ലാട്ടോ, അത് അവന്റെ കിണിയാ. അവന്റെ കിണിയത് നോട്ടി ബോയ്. യേശുവിന്റെ കിണി കേൾക്കാൻ നല്ല രസാ. ഒന്നുകൂടി കിടിച്ചാടാ. കണ്ട ഇത് ഈ പഴയ ഡീസൽ വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്യണ പോലെ ഇല്ലേ? അപ്പോൾ നമുക്ക് ഡ്രൈവിലേക്ക് പോവാം. അതിന് മുന്നേ എക്സോസ്റ്റ് നോട്ടത് കേട്ടാലോ? എല്ലാ പാട്ടിലും പുള്ളിയുടെ ഒരു മാസ്റ്റർ പീസ് കിണി. റീൽസിലും അതെ മാസ്റ്റർ പീസാ. ഇനി നമുക്ക് ഇങ്ങനെ പാട്ട് കേൾക്കാം. ഇന്നെന്റെ ബാഡ് ജോയിന്റ് അടിക്കണം. സംഭവം പക്ഷെ ചിലതൊക്കെ കൊള്ളാം. ഇത് നോക്കി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ ഇതിന്റെ ഇടയിലുള്ള അവന്റെ കിണിയാണ് സഹിക്കാൻ പറ്റാത്ത. അത് അവന്റെ വീണാട്ടല്ലേ? എല്ലാ ആവശ്യം അവൻ അതിന്റെ ഇടയിൽ കിണിച്ച ആ സംഭവം കൊള്ളാക്കണ്ടേ? ബ്രദർ, ആക്ച്വലി യു ഹാവ് എ ടാലന്റ്. ട്രൈ ടു ഇംപ്രൂവ് ഇറ്റ്. അല്ലാണ്ട് ഇങ്ങനെ കോപ്രായം കാണിക്കുന്നു. വൺ ഡേ എന്തായാലും ബ്രോ ഒരു നല്ലൊരു സോങ് പാടും. ഐ എം ഷുവർ. കീപ് ഇറ്റ് അപ്പ്. ബൈ ദ വേ ഗയ്സ്, നമ്മള് മാറ്ററിൽ നിന്ന് വിട്ടുപോയി. സോ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സിംഗിൾ ആയിട്ടിരിക്കുക, ഹാപ്പി ആയിരിക്കുക, ഫ്രീ ആയിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു ദിവസം അയാൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. ദൈവം അയാളെ നമുക്ക് കൊണ്ടുതരും. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. സോ വൺസ് അഗൈൻ ഹാപ്പി വാലന്റൈൻസ് ഡേ. ബൈ ബൈ ഗയ്സ്.